ഹായ് എവ്രി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. ഈ വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ് ബയോളജിയിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വർഗീകരണത്തിൻ്റെ വിലയിരുത്താം ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണേണ്ടവർക്ക് വേണ്ടി ലിങ്ക് കമൻസിൽ കൊടുത്തിട്ടുണ്ടാവും. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയ പട്ടിക വിശകലനം ചെയ്ത് ജീവികളുടെ പരിണാമ വൃക്ഷം ചിത്രീകരിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇതിൻ്റെ മുമ്പ് ഒരു എക്സാമ്പിൾ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇതും ചെയ്യാം. സവിശേഷതകളും അനിമൽസിൻ്റെ പേരും ജീവികളുടെ പേരുകളും കൊടുത്തിട്ടുണ്ട്. അപ്പം നട്ടെല്ല് നോക്കുകയാണെങ്കിൽ എല്ലാ ജീവികൾക്കും ഉണ്ട്. 2 ജോഡി കാലുകൾ എന്ന് പറയുമ്പം അത് സ്രാവിന് ഇല്ല, ബാക്കി എല്ലാത്തിനും ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നിൻ്റെയും പ്രത്യേകത നോക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതിനെ ഒഴിവാക്കുക, ബാക്കിയുള്ളതിനെയൊക്കെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വരച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക നോക്കാം. സോ പരിണാമ വൃക്ഷം ഇങ്ങനെ വരയ്ക്കാം. നോക്കൂ, നട്ടെല്ല്, അപ്പോൾ അത് എല്ലാ ജീവികളും ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അതുപോലെ 2 ജോഡി കാലുകളാകുമ്പോൾ അതിൽ നിന്ന് ഏത് ഒഴിവാകുന്നു? സ്രാവിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. പാലുൽപാദക ഗ്രന്ഥികളുള്ളത് കങ്കാരു മനുഷ്യനാണ്. തവള അതിന് എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ആയിട്ട് മാറുന്നു. പിന്നെ പ്ലാസൻ്റ മനുഷ്യന്, കങ്കാരുവിന് അതില്ല. അപ്പോൾ അവിടെ ഒരു സെപ്പറേഷൻ വരുന്നു. ഇങ്ങനെ നമുക്ക് വരച്ചാൽ മതിയാവും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, വ്യത്യസ്ത ജന്തുക്കളെയും അവ ഉൾപ്പെടുന്ന ഫൈലങ്ങളെയും തന്നിരിക്കുന്നു. അവയെ മാതൃകയിലേതുപോലെ ജോഡിയാക്കുക. ഒരു ബോക്സിൽ മൃഗങ്ങളുടെ പേരുകളും ജന്തുക്കളുടെ പേരുകളും മറ്റതിൽ അവ ഏത് ഫൈലങ്ങളിലാണ് എന്നുള്ളതും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോ ഫൈലംസും പഠിക്കുമ്പോൾ അതിൻ്റെ എക്സാമ്പിളുകൾ നോക്കി വയ്ക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഏതൊക്കെയാണ് ആൻസർ വരുന്നത്? സ്പോഞ്ചുകൾ പോറിഫെറ, ഒച്ച് മൊളസ്ക, ഹൈഡ്രൻ ഇഡേരിയ, ഉരുണ്ടവിര നിമാറ്റോഡ, നക്ഷത്ര മത്സ്യം എക്കിനോഡമേറ്റ, മണ്ണിര അന്നലിഡ, പാറ്റ ആർത്രോപോഡ, പ്ലനേറിയ പ്ലാറ്റിഹെൽമിന്തസ്. ഇങ്ങനെയാണ് അതിൽ കൊടുത്തിരിക്കുന്നതിന് നമുക്ക് ജോഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിവിധ സ്പീഷീസുകളെ തിരിച്ചറിയുന്നതിന് DNA ബാർകോഡിംഗ് എന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. ഇത് സാധ്യമാകുന്നത് എങ്ങനെ? DNA ബാർകോഡിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗമാണ് പുതിയൊരു സ്പീഷീസിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഏത് ഗ്രൂപ്പിലാണ് അല്ലെങ്കിൽ വേറെ ഏത് ജീവിയായിട്ടാണ് അത് കൂടുതലായിട്ട് അടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതിനെങ്ങനെയാണ് DNA ബാർകോഡിംഗ് ഉപയോഗിക്കുക? പുതുതായി ഒരു ജീവിയെ കണ്ടെത്തിയാൽ അതിൻ്റെ DNA ബാർകോഡ് തയ്യാറാക്കി അതുമായി സാമ്യമുള്ള ജീവികളുടെ നിലവിലുള്ള DNA ബാർകോഡുകളുമായി താരതമ്യപ്പെടുത്തിയാണ് സ്പീഷീസുകളെ തിരിച്ചറിയുന്നത്. ഇപ്പോൾ പുതിയതായിട്ടൊരു ജീവി കണ്ടെത്തിയാൽ അതിൻ്റെ DNA ബാർകോഡ് ഉണ്ടാക്കും. എന്നിട്ട് ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുള്ള, ഇതിന് മുമ്പ് കണ്ടുപിടിച്ച് തയ്യാറാക്കി വെച്ചിട്ടുള്ളതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അപ്പോൾ ഓരോ തവണയും ഇത് പുതിയതായിട്ട് ഉണ്ടാക്കുന്നില്ല. പിന്നെയോ ലോകമെമ്പാടുമുള്ള ലബോറട്ടറികളിൽ DNA ബാർകോഡുകൾ തയ്യാറാക്കി അതെന്ത് ചെയ്യുന്നു? ഗവേഷണങ്ങൾക്കായി പരസ്പരം പങ്കുവയ്ക്കുന്നു. അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓൾറെഡി ചെയ്ത ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അടുത്തത് ഒരു പ്രസ്താവന തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള പ്രതികരണം എന്താണെന്നാണ്. കിങ്ഡം പ്ലാന്റയിലെ സംവഹന കലകളില്ലാത്ത സസ്യങ്ങളെയെല്ലാം ഒരു ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കിങ്ഡം പ്ലാന്റയിൽ സൈലം ഫ്ലോയം അങ്ങനെയുള്ള സംവഹന കലകളില്ലാത്തതിനെയൊക്കെ ഒരു ഗ്രൂപ്പിലാണ് പെടുത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. നോക്കാം. ഈ പ്രസ്താവന തെറ്റാണ്. കിങ്ഡം പ്ലാന്റയിലെ സംവഹന കലകളില്ലാത്ത സസ്യങ്ങളെ ആൽഗെ, ബ്രയോഫൈറ്റ എന്നീ വ്യത്യസ്ത ഗ്രൂപ്പുകളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വർഗീകരണം കൂടുതൽ ശാസ്ത്രീയമാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പുകളിൽ സംവഹന കലകളില്ലാത്ത സസ്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പ്രസ്താവന തെറ്റാണെന്ന് പറയുന്നത്. ഇനി അടുത്തത് അഞ്ചാമത്തെ, കിങ്ഡം പ്ലാന്റയിലെ ചില ഡിവിഷനുകളുടെ പ്രത്യേകതകൾ ചുവടെ തന്നിട്ടുണ്ട്. അത് വിശകലനം ചെയ്തിട്ട് ഏതാണ് ആ ഡിവിഷനുകളെന്ന് തിരിച്ചറിയാം. സംവഹന കലകളുണ്ട് പ്രത്യുൽപാദന സ്പോറുകളിലൂടെ. അപ്പോൾ സംവഹന കലകളുണ്ട്, പ്രത്യുൽപാദനം സ്പോറുകളിലൂടെ നടക്കുന്നത് ഏതാണ്? അത് ടെറിഡോഫൈറ്റയാണ്. അടുത്തത് ബി, വിത്തുകളെ പൊതിഞ്ഞ ഫലങ്ങളില്ല, പ്രത്യുൽപാദനം വിത്തുകളിലൂടെ. അപ്പോൾ ഫ്രൂട്ട്സ് ഇല്ലാതെ അതിൽ സീഡ് വിത്തുകൾ മാത്രമുള്ളത് ഏതാണ്? ജിംനോസ്പേംസ് ആണ് അല്ലേ. സംവഹന കലകളില്ല, പ്രത്യുൽപാദനം ഗ്യാമീറ്റുകളിലൂടെയും സ്പോറുകളിലൂടെയും. അതാണെങ്കിൽ ബ്രയോഫൈറ്റ്സ് ആണ്. സോ അതാണ് അതിന് ആൻസറുകൾ. ദെൻ ആറാമത്തെ, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. കിങ്ഡത്തിന് മുകളിലായി ഉൾപ്പെടുത്തിയ വർഗീകരണ തലമാണ് സ്പീഷീസ്. സ്പീഷീസ് കിങ്ഡത്തിന് മുകളിലായിട്ടാണോ വരിക? അല്ല. അപ്പോൾ സ്പീഷീസിന് പകരം നമുക്ക് അവിടെ ഏതാണ് എഴുതാൻ പറ്റിയിട്ടുള്ളത്?
അത് ഡൊമെയിനാണ്. അപ്പോൾ കിങ്ഡത്തിന് മുകളിൽ വരുന്നത് ഡൊമെയിനാണ്. പിന്നെ നട്ടലുള്ള ജീവികളെ ഫൈലം കോർഡേറ്റയിലെ വെർട്ടിബ്രേറ്റ എന്ന സബ് ഫൈലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതെന്താണ്? അത് കറക്റ്റാണ്. വെർട്ടിബ്രേറ്റ എന്ന് പറയുന്നത് നട്ടലുള്ള ജീവികൾ തന്നെയാണ്. പിന്നെ കരയിലും ജീവിതത്തിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികൾ ഉൾപ്പെടുന്ന ക്ലാസ്സാണ് മമേലിയ. മമേലിയ അല്ലല്ലോ കരയിലും ജലത്തിലുമായി ജീവിക്കുന്നതിന് പറയുക, അത് ആംഫിബിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് എയും സിയും ആണ് മാറ്റേണ്ടത്. ബി കറക്റ്റാണ്. ഓക്കെ, ദെൻ അടുത്തത് പ്രസ്താവനയും കാരണവും തന്നിട്ടുണ്ട്. വിശകലനം ചെയ്ത് എഴുതാനാണ് പറയുന്നത്. പ്രസ്താവനയിൽ പറയണത് എന്താ? വൈറസുകളെ നിലവിലുള്ള 6 കിങ്ഡം വർഗീകരണത്തിലെ ഒരു വിഭാഗത്തിലും ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് കാരണം കൊടുത്തിരിക്കുന്നത് വൈറസുകൾ ജീവകോശത്തിന് പുറത്ത് നിർജീവമാണ് എന്നാണ്. അപ്പോൾ വൈറസുകൾ പുറത്തെത്തുമ്പോൾ, അതായത് ഒരു കോശത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ മാത്രമേ അതിന് ജീവൻ ഉണ്ടാവുള്ളൂ, പുറത്താണെങ്കിൽ അത് നിർജീവമാണ്. അതുകൊണ്ടാണ് അതിനെ ഒരു കിങ്ഡത്തിലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് എന്താണ്? അത് ശരിയാണ്. പ്രസ്താവനയും ശരിയാണ്, കാരണവും ശരിയാണ്. അപ്പോൾ അവിടെ ആൻസർ വരുന്നത് ബി ആണ് വരുന്നത്. പ്രസ്താവനയും കാരണവും ശരി. ഓക്കെ, ഇനി അടുത്തത് 8ാമത്തെ പദബന്ധം തിരിച്ചറിഞ്ഞ് വിട്ട ഭാഗം പൂരിപ്പിക്കുക. എന്താണ്? ജെല്ലി ഫിഷ് നിഡേരിയയിലാണ് വരുന്നത്. കൊക്കോപ്പുഴു ഏതിലാണ് വരിക? അത് നെമറ്റോഡയിലാണ് വരിക. അതുപോലെ ഞണ്ട് ആർത്രോപോഡയിലാണ്. നീരാളി മൊളസ്കയിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിളുകൾ കൃത്യമായിട്ട് നോക്കി വെക്കണം, എന്നാലാണ് ഇത് എഴുതാൻ പറ്റുള്ളൂ. ഇനി 9ാമത്തെ ഈസി ആയിട്ടുള്ളതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ മാവ്, തെങ്ങ് ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? അത് ആൻജിയോസ്പേം ആണ്. പൂക്കളും കായ്കളും പഴങ്ങളൊക്കെ ഉണ്ടാകുന്ന ചെടികളൊക്കെ എന്തിലാണ് വരിക? ആൻജിയോസ്പേംസിൽ തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെയാണ് നമുക്ക് നോക്കാണ്ടായിരുന്നത്. എല്ലാ ക്വസ്റ്റ്യനും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ ക്ലാസ്സിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളോ ഒക്കെ കമൻസിൽ അറിയിക്കുക. ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അതേപോലെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.